ഇന്ന് രണ്ട് സംഭവങ്ങളാണ് രാവിലെ നമ്മുടെ കേരളത്തിൽ നടന്നത്. പറയത്തക്ക സംഭവം ഒന്ന്, മുതലമടയിൽ കൊക്കക്കോള കമ്പനിക്കെതിരെ അവിടുത്തെ നാട്ടുകാരെന്ന് കമ്പനിപ്പടിക്ക് നടത്തിയ സമരം. 216 കോടി രൂപയോളം എന്നോ സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ പൈസ അവിടുത്തെ നാട്ടുകാർക്ക് ഇന്ന് വരെ കൊടുത്തിട്ടില്ല. അപ്പോൾ കൊക്കക്കോള കമ്പനി ഇതൊക്കെ കളഞ്ഞ് കൈ കഴുകി കേരളത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഭൂമി സർക്കാരിന് ഏൽപ്പിക്കുകയാണ്. സർക്കാർ ആ ഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കൊക്കക്കോളയ്ക്ക് യാതൊരു ബാധ്യതയുമില്ല, ഒന്നുമില്ല, അവർ രക്ഷപ്പെടും. പണ്ട് ആൻഡർസൺ, ഭോപ്പാൽ ദുരന്തത്തിലെ ആൻഡർസനെ ഒരു അംബാസിഡർ കാറിലെത്തിയിട്ട് പ്ലെയിനിൽ കയറ്റിവിട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ടാവും. കോൺഗ്രസ്സാണ് അത് അന്ന് ചെയ്തത്. ഭൂമിയും സർക്കാരിനെ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അത് ഭൂമി സംബന്ധമായതുകൊണ്ട് നമുക്ക് അതിനെ നാളെ വേറൊരു വീഡിയോയിൽ അവതരിപ്പിക്കാം. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ചാണ്ടി ഉമ്മൻ അവതരിപ്പിച്ച പ്രൈവറ്റ് മെമ്പർ ബില്ലാണ്. അത് കൊലകളെ പറ്റിയാണ്. ഏത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയത പിന്നാലെയുള്ള കൊലപാതകങ്ങൾ, പിന്നെ ദുരാഭിമാന കൊലകൾ വടക്കേ ഇന്ത്യയിലുണ്ടായിരുന്നുള്ളൂ. ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ അണ്ടർ എ സ്പെഷ്യൽ കാറ്റഗറി ഒരു സ്പെഷ്യൽ കോടതി ഉണ്ടാക്കിയിട്ട് ഫാസ്റ്റ് ട്രാക്ക് ജഡ്ജ്മെൻറ്റ് വേണം എന്നാണ് അദ്ദേഹം ബില്ലിൽ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റുകളുടെ ഇടയിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ടാവും. അതാണല്ലോ ഇപ്പോൾ UDFും LDFും. നിങ്ങൾ പലരും ചോദിക്കും, ഈ LDF എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് ആവണം? സ്വഭാവം മനസ്സിലാക്കൂ, ഇന്ന് വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കൂ. അതുകൊണ്ടാണ് ഞാൻ അവരെയും കൂടി ഒരു ക്യാപിറ്റലിസ്റ്റിക് സെറ്റപ്പ് എന്ന് ഞാൻ പറയുള്ളൂ. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഡൽഹിയിൽ ഇവർ ഇപ്പോൾ അരുന്ധതി റോയുടെ പ്രശ്നത്തിൽ പറഞ്ഞത് എന്താ? വി അപ്പോസ് UAPA ആൻഡ് എനി അതർ കൈൻഡ് ഓഫ് സപ്രഷൻ ഓഫ് വോയിസസ് എഗെയിൻസ്റ്റ് ഗവൺമെൻറ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇരട്ടത്താപ്പ് കളഞ്ഞിട്ട് നിങ്ങളൊന്ന് പറയൂ, വിയ്യൂരും കണ്ണൂരും എത്ര ജനപക്ഷത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ നിങ്ങൾ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്? 2 കൊച്ചു പിള്ളേരെ, 16ഉം 17ഉം വയസ്സുള്ള പിള്ളേർക്കെതിരെ UAPA ചേർത്തിയ വിദ്വാന്മാരല്ലേ നിങ്ങൾ? പിന്നെ പിണറായി വിജയൻ്റെ കാലത്ത്, 1ാം പിണറായി സർക്കാരും 2ാം പിണറായി സർക്കാരും കാലത്ത് 9 പേരെ, സാധാരണ ജനങ്ങളെ പശ്ചിമഘട്ടത്തിൽ വെടിവെച്ച് കൊന്നു, പച്ചക്കിട്ട് വെടിവെച്ച് കൊന്നു. ഇതിനെന്ത് കൊല്ലാന്നാ പറയുക? ഒരു എൻകൗണ്ടർ ഉണ്ടാവുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പോലും അവർ പാലിച്ചില്ല. എന്തിനു പറയണു? മാനുഷികമായ ഒരു ശവശരീരത്തിനോട് കാണിക്കേണ്ട മര്യാദ പോലും അവർ കാണിക്കാണ്ടിരുന്നപ്പോഴാണ് സഖാവ് വാസേട്ടന് ദേഷ്യം വന്നിട്ട്, അത്രയ്ക്കധികം ദേഷ്യം വന്നു. അദ്ദേഹം അലറി. അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. 10-17 പേര് കൂടെ ഉണ്ടായിരുന്നു, അവരൊക്കെ വിട്ടു. വാസേട്ടനെ കേസ് വിട്ടില്ല. വാസേട്ടനോട് പറഞ്ഞത്, നിങ്ങളൊന്നും ചെയ്യണ്ട, ഈ കടലാസിൽ ഒപ്പിട്ട് തന്നാൽ മതി, നിങ്ങളെ വിടാം. വാസേട്ടൻ
വാസേട്ടൻ്റെ മീശ വരെ അവർ പിടിച്ച് പറിച്ചിട്ടുണ്ട്. ആളതിനൊന്നും സമ്മതിച്ചിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കോഴിക്കോട് നഗരത്തിൽ അദ്ദേഹം അവിടെയാണല്ലോ താമസിക്കുന്നത്. അവിടെ പ്രതിഷേധമുണ്ടായി. വാസേട്ടൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാരും ഉണ്ടായി. പക്ഷേ പ്രബുദ്ധ കേരളം, ഇടതുപക്ഷ കേരളം എന്നൊക്കെ പറയുന്നിടത്ത് വേറെ ഒരു സ്ഥലത്തും റോട്ടിലിറങ്ങി നടന്ന് ഒരു ഇതിനെ എതിർത്തില്ല ജനങ്ങൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഈ വലിയ വിപ്ലവം ബോംബും തോക്കൊക്കെ കൊണ്ട് നടക്കുന്ന എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. കൊല ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ കൊന്നു കഴിഞ്ഞാൽ അത് മറക്കാൻ വളരെ എളുപ്പമല്ല. വളരെ നമ്മൾ മരിക്കുന്നവരെ അത് കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ കൊല്ലുന്നും കൊലയ്ക്കൊക്കെ അതിനേക്കാളൊക്കെ 100 ഇരട്ടി പ്രയത്നമുള്ള കാര്യമാണ് കൊടിയും പിടിച്ച് റോട്ടിലേക്ക് ഇറങ്ങുക. ഒരാളെങ്കിൽ ഒരാൾ, 4 ആളെങ്കിൽ 4 ആൾ, 10 ആളെങ്കിൽ 10 ആൾ. തിരുവനന്തപുരം മുതൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ വരെ ഒരു സ്ഥലത്തും ഇതിനു വേണ്ടി സംഘാടകർക്ക് ആൾക്കാരെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അവരൊക്കെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 500 കൊല നടന്നപ്പം ഒരു UAPA ഇല്ല. അവർക്ക് ജയിലിൽ ഭയങ്കര വിരുന്നും സൽക്കാരവും, മധുരയും മീനാക്ഷിയും 5Gയും ആപ്പിൾ ഫോണും എല്ലാം. അതേസമയം മനുഷ്യപക്ഷത്ത് കിടക്കുന്ന UAPA കിടക്കുന്ന ആൾക്കാർക്ക് നരകതുല്യമായ യാതന. എന്താ ഇങ്ങനെ? മരുന്നുകൾ കൊടുക്കണില്ല, അവർക്ക് ആവശ്യമുള്ള മരുന്നുകൾ കൊടുക്കുന്നില്ല. മറ്റവർക്ക് എങ്ങനെയാണ് കള്ള്, വിസ്കി, ഫോറിൻ വിസ്കിയൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് ജയിലിനകത്ത്? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് അന്യായമല്ലേ? ഇരട്ടത്താപ്പല്ലേ? അതാണ് ഈ നല്ല കൊലകളും ചീത്ത കൊലകളും തീരുമാനിക്കുന്നത് ആരാ? തീരുമാനിക്കുന്നത് ഇവിടുത്തെ വ്യവസ്ഥയാണ്. പശ്ചിമഘട്ടത്തിലെ വഴിയോരപ്പാതയും പിന്നെ പോലീസും പട്ടാളവും ഇത്രയധികം എന്തിനാണ്? അവർക്ക് അവിടുത്തെ ഭൂമിയാണ് വേണ്ടത്. ഞാനൊരു കാര്യം പറയാം. മുതലമുട അവിടുന്ന് വടക്കാഞ്ചേരി വരെ എനിക്ക് നല്ല പോലെ പരിചയമുള്ള സ്ഥലങ്ങളാണ്. ഒരു സമയത്ത് ഞാനവിടെ എൻ്റെ കർമ്മഭൂമിയായിരുന്നു. മുതലമുടയിൽ ചില ക്രഷർ യൂണിറ്റിന് പെർമിഷൻ ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കല്ല് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരിക, ഇവിടെ പൊടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 10 ലോഡ് കല്ല് തമിഴ്നാട്ടിൽ നിന്ന് വരും. ഒരു 200 ലോറി മെറ്റൽ ഇവിടെ നിന്ന് അങ്ങ് പോകും. എങ്ങനെയാ? ഇതിനൊക്കെ ജനങ്ങൾ പിടിച്ചു നിർത്തി ചോദിക്കണം, ഇത് ഏത് ക്വാറിയിൽ നിന്നാണ് വരുന്നത്? ജനങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമായി കഴിഞ്ഞു. ഇതിന് GST കൊടുത്തിട്ടുണ്ടോ? GST ബില്ലുണ്ടോ? ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ജനങ്ങൾ ചോദിക്കേണ്ട സമയം ആയി. അതുപോട്ടെ, ഈ കൊലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വരികയാണെങ്കിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ എത്രയും പെട്ടെന്ന് നിൽക്കണം. കൊല നടത്താണ്ട് തന്നെ 9 പേര്, അല്ലെങ്കിൽ ഇവർ പറയട്ടെ, ഈ 9 പേര് ഇത്ര പേരെ കൊന്നിട്ടുണ്ടായിരുന്നു, ഇതാ തെളിവ്. ഒരു
ഓലപ്പടക്കം വരെ അവർ പൊട്ടിച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ പൊട്ട പേര് ആർക്കാ കേരളത്തിൽ കൊല നടത്തുന്നതിൽ ഇന്ന് നക്സലിന്. ഇപ്പോൾ പുതിയതായിട്ട് ഇവർ മാവോയിസ്റ്റൊന്നും ഇവിടെ ഇല്ല. മാവോയിസ്റ്റൊക്കെ ശ്രീകാക്കുളം പണ്ട് അബു മജാഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വലിയൊരു ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അവിടെ ഇല്ല. ഇപ്പോൾ അവിടെ മാവോയിസ്റ്റ് എന്നും പറഞ്ഞ് കൊന്നിട്ട് ന്യൂസൊക്കെ വന്നത് ബസ്തർ ടോക്കീസ് എന്ന് പറഞ്ഞ എന്നെപ്പോലെ ഒരു യൂട്യൂബറുണ്ട്. അയാളൊക്കെ മികച്ച ആളാണ് കേട്ടോ. ആൾ ആദ്യം പോയി ആക്ഷൻ നടന്ന സ്ഥലം കാണിച്ചു തന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആളുടെ തന്നെ വീഡിയോ വന്ന് ഗ്രാമവാസികൾ അയാൾക്ക് പൊതിഞ്ഞ് നിന്നിട്ട് പറയുക, അവരൊന്നും മാവോയിസ്റ്റ് ആയിരുന്നില്ല, ഇതാ ഇവളുടെ ഭർത്താവ്, ഇതാ അവളുടെ ഭർത്താവ്, ഇതാ ഇവളുടെ ഭർത്താവ്, എൻ്റെ ഭർത്താവ്, ഞങ്ങളൊക്കെ ചോറ് പൊതിഞ്ഞ് ഭക്ഷണം പൊതിഞ്ഞ് കൊണ്ടുപോയിട്ട് കാട്ടിൽ പണി ചെയ്തിട്ട് തിരിച്ചു വരാറാ പതിവ്. 6 പേരെ അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഒരാൾ മാത്രം, സൂരജെന്നോ സുരേഷെന്നോ പേരായ ആൾ മാത്രമാണ് നോൺ മാവോയിസ്റ്റ് ആയത്. നോൺ മാവോയിസ്റ്റ് അവിടെ ആക്ഷന് വേണ്ടി വന്നതല്ല, അവരുടെ ചേട്ടനെ കാണാൻ വന്നതായിരുന്നു. അവൻ്റെ ചേട്ടൻ പറയും, അവൻ എൻ്റെ അനിയനാണ്, മാവോയിസ്റ്റാണ്. ഒറ്റയ്ക്ക് ഒരാളായിട്ട് ആക്ഷന് മാവോയിസ്റ്റ് ഇറങ്ങാറില്ല. അങ്ങനെയാണ് എൻ്റെ അറിവ്. അപ്പോൾ കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല, അതിനുള്ളൊരു സാധ്യതയുമില്ല. കാരണം കേരളത്തിലെ ആദിവാസികൾ എന്തോരുണ്ട്, ഭൂമി ഒരുപാടുണ്ട്. ഭൂമി രക്ഷയ്ക്ക് വേണ്ടി ലാൻഡ് ബാങ്ക് ബൈ ഗവൺമെൻറ്റ്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ് 5 ലക്ഷം ഹെക്ടെയർ, 5.5 ലക്ഷം ഹെക്ടെയർ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. ടോട്ടൽ 10-20 ലക്ഷം ഹെക്ടെയറാണ് അവരുടെ ടാർഗറ്റ്. എന്തിനാ? ഇന്ത്യയിലേക്ക് അങ്ങോട്ട് തള്ളിക്കേറി വ്യവസായങ്ങൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ. അപ്പോൾ അവർക്ക് ഗവൺമെൻറ് നിയമപ്രകാരം ഓൺലി ഫോർ ഡിഫെൻസ് ആൻഡ് ഹൗസിംഗ് ഫോർ ദി പുവർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ PPP മോഡൽ കൊണ്ടുവന്നിട്ട് ഇവരതങ്ങോട്ട് അവർക്ക് വിൽക്കാണ്. ഇപ്പോൾ ഭൂമി നിങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങളും വിറ്റിട്ടുണ്ട്. 2 തരം വിലയുണ്ട്. എത്ര ആരില്ല എന്ന് പറഞ്ഞാലും അതുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ വില ഒഫീഷ്യൽ ബാങ്കിലേക്ക് പോവും, മറ്റേ വില നമ്മളെപ്പോലെ ഭരിക്കുന്നവരെടുക്കും. അതാണ്. അപ്പോൾ കൊലകൾ ഇവിടെ നക്സലൈറ്റോ മാവോയിസ്റ്റോ അല്ല നടത്തുന്നത്, ഈ രാഷ്ട്രീയക്കാരൻ തന്നെ നടത്തുന്നത്. നക്സലൈറ്റും മാവോയിസ്റ്റും പോയിട്ട് ഗുജറാത്തിൽ 3000 പേരെ കൊന്നിട്ടില്ല. നക്സലൈറ്റും മാവോയിസ്റ്റും ജഹാംഗീർപുരിയിലെ മുസ്ലിംസിനെ കൊന്നിട്ടില്ല, സഹാരൻപൂരിൽ കൊന്നിട്ടില്ല. ഈ ഫാർമേഴ്സ് ക്രൈസിസ് നടക്കുമ്പോൾ ജീപ്പ് ഓടിച്ച് കയറ്റി കൊന്നിട്ടില്ല. കഠുവ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ 8 വയസ്സായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിനെ കൊന്നു. മാവോയിസ്റ്റ് അത് ചെയ്തിട്ടില്ല. ഈ ജനപക്ഷത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനത്തെ ഒരെയാണ് നിങ്ങൾ ജയിലിലിട്ടിട്ട് പീഡിപ്പിക്കുന്നത്. മരുന്നുകൾ കൊടുക്കുന്നില്ല, അവർക്ക് സാധാരണ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് നിഷേധിക്കുന്നു. ഇതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി. ഇതൊക്കെ ബാധിക്കും നിങ്ങളെ, നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ പോരാളി ഷാജി ചെയ്യുന്നേക്കാളും 100 ഇരട്ടി ദോഷമാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പോരാളി ഷാജിയുടെ പോസ്റ്റ് ജനങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കെതിരെ ഒരു വികാരം ഉണ്ടാക്കുകയാണ്. 28 വർഷം മുമ്പ് പൊട്ടിയ ബോംബ് 26 വയസ്സുള്ള പെണ്ണ് കണ്ടു.
എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് എന്താവുന്നറിയോ റിസൾട്ട്? UDF പ്ലസ് 120 സീറ്റ്, BJP പ്ലസ് 12 സീറ്റ്, ബാക്കി LDF പ്ലസ് 8 സീറ്റ്. നേർവഴിക്ക് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്. നിർത്തട്ടെ. ലാൽ സലാം.